ബോക്സ് ഓഫീസിൽ വീണ്ടും നിവിൻ തേരോട്ടം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. ബോക്സ് ഓഫീസിൽ വീണ്ടും നിവിൻ തേരോട്ടം. ഓണം റിലീസായി തിയേറ്ററുകളിലെത്തിയ ബദ്ലഹേം കുടുംബ യൂണിറ്റ് ആദ്യ ഷോകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് കേരളമെമ്പാടും നിന്നും പ്രേക്ഷകരിൽ നിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഓണക്കാലത്ത് വിജയക്കൊടി പാറിച്ച് നിവിൻ പോളിയുടെ തേരോട്ടം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. നിവിൻ പോളി മമിത ബൈജു ജോഡികളുടെ കെമിസ്ട്രിയും നിവിന്റെ കോമഡി ടൈമിംഗുമാണ് പ്രധാന ആകർഷണമായി ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകതയായി പറയുന്നത്. കഴിഞ്ഞ ക്രിസ്മസിന് സർവം മായയിലൂടെ 100 കോടി വാരിയ നിവിൻ ഈ ഓണക്കാലത്തും കോടി ക്ലബിലെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സിനിമാ മേഖലയിൽ ഇത് വലിയൊരു ഉണർവിന്റെ കാലമാണ് ഓണക്കാലം. കഴിഞ്ഞ ദിവസം ഖലീഫ എന്ന ചിത്രമാണ് റിലീസിനെത്തിയത്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിനെങ്ങും നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകരെയും ചെറുപ്പക്കാരെയും ഒരുപോലെ ചിരിപ്പിച്ച് കീഴടക്കാനുള്ള സൂചനകൾ ആദ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഈ ഒരു സിനിമ ബദ്ലഹേം കുടുംബ യൂണിറ്റ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ഈ സൂചനകൾ പ്രകാരം ചിത്രം 100 കോടിയിൽ എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കുടുംബ പ്രേക്ഷകരെ ഒന്നാകെ തിയേറ്ററിൽ എത്തിക്കാനുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് സിനിമ കണ്ടിറങ്ങുന്നവരുടെ ഒന്നടങ്കമുള്ള ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം. നിവിനൊപ്പം ചിരി പൊട്ടിച്ച് സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ തുടങ്ങിയവരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓണം റിലീസുകളിൽ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന പല സിനിമകളുടെ മുമ്പിലും ഈ സിനിമ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നാണ് പലരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സിനിമയായിരിക്കും ഓണം വിന്നർ ആവുക എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് അങ്കമാലി ഡയറിക്കുള്ളത്. കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ജസ്റ്റിൻ എന്ന കഥാപാത്രമായി നിവിൻ പോളിയും കോളേജ് വിദ്യാർത്ഥിയായ ആഷ്ലിയായി മമിത ബൈജുവും എത്തുന്ന ചിത്രം ഗ്രാമീണ പശ്ചാത്തലത്തിൽ കോമഡിക്കും പ്രണയത്തിനും പ്രാധാന്യം നൽകിയാണ് ഒരുക്കിയിരിക്കുന്നത്. തിയേറ്ററുകളിൽ പ്രേമലു തരംഗത്തിന് ശേഷം ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് AD സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. ഏതായാലും മലയാളത്തിലെ ശ്രദ്ധേയമായ ബാനറായിട്ടുള്ള ഭാവന സ്റ്റുഡിയോസിന്റെ ഇത് നല്ല കാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിവിൻ പോളിയും ഇവരും ഒരുമിച്ച് ആദ്യമായി കൈകോർക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. അതും മികച്ചൊരു സിനിമ തന്നെയാണ് ആളുകൾ കാത്തിരുന്നത്. അത് തന്നെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. തലതല്ലിച്ചിരിക്കുന്ന ഒരുപാട് കോമഡി രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അതെല്ലാം ഇവർ പുറത്തേക്ക് വിട്ടിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഇതാ ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ കുറെ കാലത്തിന് ശേഷം പൊട്ടിച്ചിരിയിൽ ആളുകൾ മതിമറന്ന് ആഹ്ലാദിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന 6ാമത്തെ ചിത്രം കൂടിയാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ഈ 6ാമത്തെ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗിരീഷ് ADയും കിരൺ ജോസിയും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം ആളുകളെ ആകർഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ലേറ്റ് നൈറ്റ് ഷോകൾ ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും നിവിൻ പോളി ഓണം തൂക്കി എന്ന് തന്നെയാണ് ആധുനിക ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അങ്ങനെ നിവിൻ പോളി വീണ്ടും തന്റെ സേഫ് സോണിൽ മറ്റാരേക്കാൾ മികച്ചത് താൻ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇവരെ കൂടാതെ സൃന്ദ, പാർവതി അയ്യപ്പദാസ്, മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും അഭിനേതാക്കളായി എത്തുന്നുണ്ട്. ഛായാഗ്രഹണം അജ്മൽ സാബുവാണ്. സംഗീത സംവിധാനം വിഷ്ണു വിജയാണ്. എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ് ആണ്. ഗാനരചന വിനായക് ശശികുമാറിന്റേതാണ്. ഏതായാലും ഈ സിനിമ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ മേക്കപ്പ് ഒരുക്കിയിരിക്കുന്നത് റോണക്സ് സേവിയറാണ്. അതും മികച്ച രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂംസും എടുത്തു പറയേണ്ടതാണ്. ധന്യ ബാലകൃഷ്ണനാണ് അത് നിർവഹിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്കുകളൊക്കെ സിനിമയിലുണ്ട്. അത് നോർമലി നമുക്ക് പെട്ടെന്ന് പെടുത്താൻ കിട്ടില്ല, അത്ര രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സംഘടനം, ആക്ഷൻ സന്തോഷ്. ഏതായാലും സിനിമ വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആസ്വദിക്കുവാൻ ഈ ഓണക്കാലം തീർച്ചയായിട്ടും ഫാമിലിക്കൊത്ത് നമുക്ക് ധൈര്യമായി പോയി കൈയടിച്ച് ചിരിച്ച് മറഞ്ഞ് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ, ഒരു ഫീൽ ഗുഡ് ഐറ്റം എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഓണം അക്ഷരാർത്ഥത്തിൽ നിവിന്റെ തേരോട്ടത്തിന്റെ ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.